ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു കുട്ടി സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. ഇന്ന് അരുൺ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അരുൺ ചേട്ടൻ എപ്പോഴും മിനിമലിസ്റ്റിക് രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നൊക്കെയാണ് ഇഷ്ടം. ആളുടെ ഫേസിൽ നമുക്ക് മനസ്സിലാവുന്ന പോലെ തന്നെ എല്ലാം കുറച്ച് സോബർ ടൈപ്പ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഭയങ്കര ബഹളക്കാരനൊന്നുമല്ല. എനിവേസ് വീട്ടിൽ കേക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കും തീരെ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ തന്നെ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡി ആയിട്ട് വരാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അനു റെഡിയാവാൻ പോയി, കുഞ്ഞാവ് റെഡിയാകാൻ പോയി. അപ്പം ഞാനും കൂടെ റെഡിയാവാൻ വന്നു. ഞാൻ ആദ്യം ഈ ഒരു ബ്ലാക്ക് കുർത്തയാണ് എടുത്തത്. ഞങ്ങൾ മെജോറിറ്റി ഇന്ന് ബ്ലാക്കിലാണ് റെഡിയാവുന്നത്. അപ്പോൾ അരുൺ ചേട്ടൻ മാത്രം ഒരു സെപ്പറേറ്റ് കളറിൽ നിൽക്കുമ്പോൾ ഫോട്ടോയ്ക്കൊക്കെ ഒരു ഭംഗിയാണെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ റെഡിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ ഫേസിൽ 2 ബ്ലാക്ക് സ്പോട്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ അതിട്ട് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു കേട്ടോ. ആക്ച്വലി ഒരു ആക്നി വന്നതാണ്. ആ ആക്നി വന്നിട്ട് പിന്നെ അതിങ്ങനെ ഒരു ഡാർക്ക് സ്പോട്ടായിട്ട് അവിടെ ഇങ്ങനെ വിടാപ്പിടിയനെ പോലെ അവിടെ കയറി അങ്ങ് ഇരിക്കുവാണ് കേട്ടോ. പിന്നെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് അത് ഏറ്റവും ഡാർക്കസ്റ്റ് കളറിൽ നിന്ന് ഒരു സൈഡ് എനിക്ക് സ്കിൻ കളറിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റി. പക്ഷെ ബംപ് ഇപ്പോഴുണ്ട്. മറ്റേ സൈഡിൽ എനിക്ക് ഒരു ഡാർക്ക് ബ്രൗണിൽ നിന്ന് ലൈറ്റ് ബ്രൗണിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റി. സോ താങ്ക്സ് ടു ദ പ്രോഡക്റ്റ്. ഏത് പ്രോഡക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടേമറിക് ഫേസ് സിറമാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ വ്ളോഗ്സിലൂടെ. ദിസ് ഇസ് ആൻ അമേസിങ് പ്രോഡക്റ്റ്. എസ്പെഷ്യലി നിങ്ങൾ ഫേസിൽ പിഗ്മെൻറ്റേഷനോ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നിങ്ങൾ അതിൻ്റെ പ്രശ്നങ്ങളായിട്ട് ഡീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അബ്സല്യൂട്ട്ലി റൈറ്റ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഫോർമുലേഷൻ, ഇതിൻ്റെ ലൈറ്റ് വെയ്റ്റ് ടെക്സ്ചർ, ഇതൊക്കെ നമ്മുടെ സ്കിന്നിന് ഒരു ഭയങ്കര ബ്ലെസ്സിങ് ആണ്. നമുക്ക് ഒട്ടും സ്കിന്നിന് വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. അത് അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ബ്ലെൻഡായി അബ്സോർബ് ആവുന്നത് നമ്മുടെ സ്കിന്നിലോട്ട്. ആൻഡ് ഇത് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആയതും ഒരു ഗോൾഡൻ കളറിൽ ഒരു ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടും കേട്ടോ. അതൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്ന പോലെ ഇരിക്കും ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. ഇതിൻ്റെ അകത്ത് 100% ഓർഗാനിക്കലി സോഴ്സ് ടർമറിക് ആണ് ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ 10% ഗ്ലൈക്കോളിക് ആസിഡും 2% നയസിനമൈഡും കൂടെ അടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഇത് നേച്ചറിൻ്റെ സയൻസിൻ്റെയും വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണെന്ന് കേട്ടോ. ടേർമറിക്കിൻ്റെ ഗുണങ്ങളൊക്കെ പറയേണ്ട ആവശ്യമേ ഇല്ലല്ലോ. അതിൻ്റെ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും അതുപോലെ നമ്മുടെ ഫേസിന് എന്തുമാത്രം റേഡിയൻസ് ആൻഡ് ഗ്ലോ തരും എന്നുള്ളത് പറയേണ്ട ആവശ്യമേ ഇല്ല. ആൻഡ് ഇത് ഗ്ലൈക്കോളിക് ആസിഡും നയസിനമൈഡും കൂടെ ചേർന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ റേഡിയൻസ് 10 ടൈംസ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇതിൻ്റെ യൂസേജും എക്സ്ട്രീംലി സിമ്പിളാണ്. ജസ്റ്റ് ഒരു 2 to 3 ഡ്രോപ്സ് എടുത്ത് നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അപ്വേർഡ് മോഷനിൽ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ അത് അബ്സോർബ് ആവുകയും ചെയ്യും. ഇൻസ്റ്റൻ്റ്ലി നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഒരു ഗോൾഡൻ ഗ്ലോ നമ്മുടെ ഫേസിൽ തരുകയും ചെയ്യും. ആൻഡ് എസ്പെഷ്യലി മേക്കപ്പിന് മുന്നേ ഇത് യൂസ് ചെയ്യുമ്പം എൻ്റെ സ്കിൻ ഒരു സ്മൂത്ത് ക്യാൻവാസ് ആവും. മേക്കപ്പ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബ്ലെൻഡ് ആവുന്നതെന്ന് അറിയാമോ ഇതിട്ടിട്ട് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, എപ്പോഴും സൺസ്ക്രീൻ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. ഡേ ടൈം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കേട്ടോ. ഇതിപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ല. സോ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് നൈക്കിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേപോലെ ആമസോണിൽ നിങ്ങൾ ഇന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 30% ഓഫ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും ഇന്ന് കേട്ടോ. അപ്പം ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ സ്കിന്നിൻ്റെ മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി ഫൈനലി കേക്ക് കട്ട് ചെയ്യാനായിട്ട് എത്തി കേട്ടോ. അപ്പോൾ അർജുൻ ചേട്ടൻ മാത്രം ഈ കയ്യിൽ എന്താ കെട്ടിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുടെ പെയിൻ പോകാനായിട്ട് ഒഴിച്ചിലും പോകുന്നുണ്ടായിരുന്നു. അപ്പം എണ്ണ വെച്ച് കെട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, മെജോറിറ്റി ബ്ലാക്ക് ആണ്, കുഞ്ഞാവ് ഒരു വൈറ്റും ബ്ലാക്കുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് പ്രസൻറ്റബിൾ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റി. എന്തായാലും ഈ ഒരു ബർത്ത്ഡേയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ അടുത്ത കാലത്തൊന്നും അരുൺ ചേട്ടൻ ഇത്രയും ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ചിരിച്ച മുഖത്തോടുകൂടി കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ അരുൺ ചേട്ടൻ ചിരിക്കാറില്ല എന്നല്ല കേട്ടോ. പൊതുവെ ആള് ചേട്ടത്തിയമ്മ പോയതിന് ശേഷം ഒരു ഭയങ്കര ഡൾ ആൻഡ് ഗ്ലൂമി, വളരെ സൈലന്റ്, അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് പൊതുവെ പിന്നെ അങ്ങോട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഈ ഒരു ബർത്ത്ഡേയുടെ ഈ ഒരു ടൈമിലാണ് ആൾക്ക് മുഖത്തൊക്കെ ഒരു ശരിക്കും ഒരു ഗ്ലോ അല്ലെങ്കിൽ ഒരു സന്തോഷം നമ്മളെല്ലാവരും കാണുന്നത്. ഞങ്ങളെല്ലാവരും ഒരു വിസിബിളി ഒരു ചേഞ്ച് അരുൺ ചേട്ടനിൽ കാണുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. സോ ഈ ഒരു ബർത്ത്ഡേയിൽ ഞങ്ങളെല്ലാവരും വിഷ് ചെയ്യുന്നത് ആൾക്ക് ഫുൾ ഓഫ് ഹാപ്പിനെസ് ജീവിതത്തിൽ ഉണ്ടാവട്ടെ. എല്ലാ വിഷമങ്ങളും മാറി പുള്ളിക്ക് നല്ലൊരു ഹാപ്പിനെസ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ്, ഈ ഡിപ്പാർട്ടഡ് സോൾസ് എല്ലാം ബ്ലെസ് ചെയ്ത് പുള്ളിക്ക് നല്ലൊരു ഹാപ്പി ലൈഫ് കിട്ടട്ടെ എന്നാണ് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ. എന്നാൽ അരുൺ ചേട്ടൻ്റെ ഈ ഒരു ചിരിച്ച മുഖം ഈ ഒരു ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. പ്രീവിയസ് ബർത്ത്ഡേ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ്
ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് വളരെ സാരമായിട്ടുള്ളൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാകാൻ പറ്റും. എനിവേ ഈ ഒരു കേക്ക് അരുൺചേട്ടൻ ഒരു വെൽവിഷർ സെൻഡ് ചെയ്ത് കൊടുത്താണ്. യൂഷ്വലി ഞങ്ങളാണ് കേക്ക് വാങ്ങിക്കാറുള്ളത്, പക്ഷേ ഇന്ന് ഓൾറെഡി കേക്ക് വന്നതുകൊണ്ട് വി തോട്ട് ആ കേക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആ കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോവാണ്. ആൻഡ് കൊച്ചു ബേബി ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇതൊരു വോയിസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബ്ലോഗായിട്ട് വിചാരിച്ചില്ല, കാരണം ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് അതൊന്നും കേൾപ്പിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ മോള് ബർത്ത്ഡേ വിഷ് ചെയ്യുന്ന അങ്ങനെ കുട്ടി കുട്ടി സംസാരങ്ങളൊക്കെ എനിക്ക് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാമായിരുന്നു. പക്ഷെ കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് കേട്ടോ. കേക്ക് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഒരു ബട്ടർ സ്കോച്ച് ഫ്ലേവറിലുള്ളൊരു കേക്കായിരുന്നു കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു, ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആയിരുന്നു. ആക്ച്വലി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ സെലിബ്രേഷൻ അവിടെ എൻഡ് ചെയ്തില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ ഹാജി അലിയിൽ പോയി, പാളയത്തുള്ള ഹാജി അലിയിൽ പോയിട്ട് ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീമും അവിടെ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. പക്ഷേ അതെനിക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല, മറന്നുപോയി. ഞാൻ വ്ളോഗ് ചെയ്യാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്യുന്ന ഭാഗം മാത്രമേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു വ്ളോഗ് മുന്നേ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വളരെ ലേറ്റായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇത് ആക്ച്വലി കർക്കിടകം 1 അന്ന് ബലിയിടുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും രാവിലെ കുളിച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആശമ്മ, അർജുൻ ചേട്ടൻ, അരുൺ ചേട്ടൻ, കുഞ്ഞുവാവ ബലിയിടുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ മാസം അച്ഛൻ്റെ അല്ലാതെ ശ്രാദ്ധം ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനും അനുവും കൊച്ചേബിയും മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് അരുവിപ്പുറം എന്ന് പറയുന്ന ഒരു അമ്പലത്തിലാണ് പോയത്. ഇത് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫ്സൊക്കെ ക്ലിക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, അനുജിത് രാജശേഖരൻ എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി പറഞ്ഞതിന് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു അമ്പലത്തിലേക്ക് വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ പരശുരാമൻ്റെ അമ്പലത്തിലാണ് സ്ഥിരം പോകാറുള്ളത്. പക്ഷെ ഇതൊരു ഭയങ്കരമായൊരു അമ്പലം കേട്ടോ. ഇത് എന്ത് രസമാണിത് കാണാനായിട്ട്. അവിടുത്തെ ആ വെള്ളം ഒഴുകുന്ന ആ ശബ്ദം, ആ അമ്പലത്തിൻ്റെ ആ ഒരു ആംബിയൻസും എല്ലാം കൊണ്ടും ഒരു ഭയങ്കര ഒരു പോസിറ്റീവ്, ഒരു ദൈവികത നിറഞ്ഞ ഒരു സ്ഥലം കേട്ടോ. അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ നിന്ന് മതിയാവുന്നുണ്ടായിരുന്നില്ല. ആ വെള്ളവും ആ അമ്പലത്തിൻ്റെ പരിസരത്ത് നിന്ന് എനിക്ക് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. ഒരു അനുജിത്തിന് വേണം താങ്ക്സ് പറയാൻ കേട്ടോ, ഇങ്ങനെ ഒരു അമ്പലം കാണിച്ചതിന്. ഞാനിതിന് മുന്നേ ഇവിടെ വന്നിട്ടേ ഇല്ല. അത് മാത്രമല്ല, ഇവിടെ പൊതുവെ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മൾ മറ്റ് അമ്പലങ്ങളിൽ ബലിയിടാൻ പോകുമ്പോൾ ആ ഒരു തിരക്കും നമുക്കെല്ലാം കൂടെ വട്ടാവത്തില്ല. ആ ഒരു സംഭവം ഇവിടെ ഇല്ല. വളരെ കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നു പോയത് കേട്ടോ. നമുക്ക് ഒരു കാര്യം ചെയ്തിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു തൃപ്തിയോടുകൂടി നമുക്ക് ഇറങ്ങാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ. വെള്ളം ഒഴുകുന്ന കാണുമ്പോൾ ആക്ച്വലി നമുക്ക് പേടിയുമാവും, എന്നാ ഒരു രസവും ഉണ്ട്. അങ്ങനെയാണ് കേട്ടോ. അപ്പം എന്തായാലും നമ്മളവിടെ ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊഴുത് അവിടെ നിന്ന് ഇറങ്ങി. അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രിപ്പ് പോലെ തോന്നി കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ റോക്സിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൽ കൂടെ നടന്നിട്ടാണ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തിലോട്ടൊക്കെ പോയത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു പോകുന്നത് വരുന്നതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കൊച്ചു ബേബിയൊക്കെ ഒത്തിരി എൻജോയ് ചെയ്തു അത് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മെയിൻ പ്രതിഷ്ഠ ശാസ്താവാണ് കേട്ടോ. ശാസ്താവുണ്ട്, പിന്നെ ബാക്കി എല്ലാ ദേവന്മാരും ഉണ്ട്. ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ അമ്പലത്തിൽ വന്നിട്ട്. ട്രിവാൻഡ്രത്ത് നിങ്ങൾ ഉള്ളവരാണ് ഈ ഒരു അമ്പലത്തിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സമയം കണ്ടെത്തി ഒന്ന് തൊഴുത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഇവിടെ വന്ന് കുറച്ച് നേരം ഈ വെള്ളത്തിൻ്റെ അവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം നമുക്ക് തോന്നും. ആക്ച്വലി എനിക്ക് അപ്പം തോന്നി, നമ്മളെല്ലാവരുടെയും മനസ്സിൽ ഇപ്പം ഈ വെള്ളം പോലെ കിടന്ന് ഇങ്ങനെ ഒഴുകുകയാണ്, ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് പല പല തോട്ട്സുമായിട്ട്. എന്നാൽ നമുക്കതിനെ
അത് പോകുന്ന ആ ഫ്ലോയിൽ അങ്ങ് പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാമാകാനും പറ്റുന്ന അങ്ങനെ ഒരു പവർ കിട്ടുന്ന ഒരു ടെമ്പിളായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ ഭയങ്കര മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇതിന് മുന്നേ നമ്മൾ പല അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ടെമ്പിൾ വിസിറ്റ് ഭയങ്കര സ്പെഷ്യലായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും ഈക്വലി ഒരേ ഒരു ഫീലിംഗ് ആണ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നത്. എനിവേ ഞങ്ങൾക്ക് ഒത്തിരി രാവിലെ എഴുന്നേറ്റുകൊണ്ട് തന്നെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. വയറൊക്കെ ഗ്യാസ് കയറി ഭയങ്കരമായിട്ട് വയറും വേദന എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. ആദ്യം അവിടെ അടുത്തൊരു ചായക്കടയിൽ നിന്ന് കുറച്ച് ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ നേരെ നമ്മുടെ കരമനയിൽ ഒരു സംതൃപ്തി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഞാൻ ഇതിന് മുന്നേ എൻ്റെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് രാത്രി 2 മണി വരെയൊക്കെ ഓപ്പൺ ആണ്. പിന്നെ രാവിലെ 5 മണിക്ക് ഇത് വീണ്ടും തുറക്കുകയും ചെയ്യും. അപ്പോൾ അത്രയും അവേഴ്സ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ നല്ല ഫുഡ്, നല്ല ടേസ്റ്റി ഫുഡാണ് കിട്ടുന്നത് കേട്ടോ രാവിലെ. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ കരമന സംതൃപ്തി ഹോട്ടലിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇപ്പൊ കണ്ടോ കുറച്ച് തിരക്കിങ്ങനെ കൂടി വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അന്തരീക്ഷം ഭയങ്കര കാമായിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഫസ്റ്റ് ലോട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരത്തെ എത്തിയോണ്ട് ആദ്യത്തെ ലോട്ടിൽ തന്നെ ഞങ്ങൾ കയറിയോണ്ട് ബലിയിടാൻ പറ്റി. അതിന് കഴിഞ്ഞിട്ട് പിന്നെ ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇഷ്ടംപോലെ കൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയ ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെയാണ് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ ടു കരമന. ഭയങ്കര സന്തോഷത്തോടെ തിരിച്ച് വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളുടെ പൂച്ചക്കുട്ടിക്ക് ഒട്ടും വയ്യായിരുന്നു. അവന് ഭയങ്കര പെയിൻ ആയിരുന്നു, വയറുവേദന ഉണ്ട്, അവന് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു കേട്ടോ. ഒരു 9 മണി 10 മണിയെങ്കിലും ആവാതെ ഹോസ്പിറ്റൽസ് ഒന്നും വർക്കിംഗ് ആവില്ല. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അവനെ കൊണ്ടുപോകാൻ വേണ്ടി വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് രാവിലെ ബലിയിടാൻ പോകുന്നതിന് മുന്നേ വിളക്ക് കത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ച് വന്നതിന് ശേഷമാണ് വിളക്കൊക്കെ വെച്ചത് കേട്ടോ. അപ്പം ഞാൻ ഈ വിളക്ക് വെക്കുന്ന വിഷ്വൽസാണ് കാണിക്കുന്നതെങ്കിലും ഒരു കാര്യം ഞാൻ ഇതിൻ്റെ അകത്ത് പറയുവാണ്. കാരണം പിന്നീട് എനിക്കത് വോയിസ് ഓവർ ചെയ്യാൻ ടൈം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ക്രിസ്മോയ്ക്ക് ഒരു കൂട്ടിന് നമ്മളൊരു ഫീമെയിലിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫീമെയിൽ മിയാവ് എന്ന് പറഞ്ഞ ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ക്രിസ്മോയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന റോയൽ കനാനാണ്. അപ്പോൾ ആ ഫീമെയിൽ മിയാവ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ക്രിസ്മോ പോയി അത് കഴിച്ചു തുടങ്ങി. അങ്ങനെ റോയൽ കനാൻ ചോപ്പായിട്ട് അവൻ മിയാവ് ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിച്ചു തുടങ്ങി. ഈ മിയാവ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫുഡ് നിങ്ങൾ ആരെങ്കിലും പൂച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഈ കാറ്റ്സിനൊക്കെ യൂറിൻ സ്റ്റോൺ ഉണ്ടാക്കും കേട്ടോ. യൂറിനറി ബ്ലാഡറിൽ സ്റ്റോൺസ് ഉണ്ടാക്കും. അത് അങ്ങനത്തെ ഒരു ഫുഡാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. കൊടുക്കരുതെന്ന് ഞാൻ പറയും കേട്ടോ. ആ ബ്രാൻഡ് ദൈവത്തെ ഓർത്ത് വാങ്ങിക്കരുത്, നിങ്ങളുടെ പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കരുത്. അത് കൊടുക്കുന്ന എല്ലാ പൂച്ചയ്ക്കും ഇതുപോലെ സിവിയർ ആയിട്ട് പ്രശ്നങ്ങൾ വന്നിട്ട് ചിലതൊന്നും രക്ഷപ്പെടുന്നില്ല. ചിലതൊക്കെ ഒത്തിരി നാളത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണ് ബെറ്റർ ആവുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു വ്ളോഗിലൂടെ പറയണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും പൂച്ചയെ വളർത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ദൈവത്തെ ഓർത്ത് മനസ്സിൽ വിചാരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടേഴ്സായിട്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമായി പോയി ഇത്. എങ്ങനെയെങ്കിലും നെസ്കോയും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് എടുപ്പിക്കണം. മിയാവൊന്ന് മാറ്റിയിട്ട് വിസ്കസോ റോയൽ കനാനോ അങ്ങനെ എന്തെങ്കിലും കൊടുപ്പിക്കണം. സോ ഞങ്ങളുടെ ഈ ഒരു ഡേ ഹാപ്പി ആയിട്ടാണ് തുടങ്ങിയെങ്കിലും കുറച്ച് സാഡായിട്ടാണ് ഇതാ എൻഡ് ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വരാം. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. ബൈ ബൈ.